സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്യാം പുഷ്കരൻ, ദിലീഷ് കരുണാകരൻ, സുഹാസ് എന്നിവർ ചേർന്ന് രചന നിർവഹിച്ച് ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിൽ വന്ന ചിത്രമാണ് റൈഫിൾ ക്ലബ്. ദിലീഷ് പോത്തൻ, വിജയരാഘവൻ, അനുരാഗ് കശ്യപ്, സുരഭി, ദർശന, വിനീത് കുമാർ അങ്ങനെ വലിയൊരു താരനിര തന്നെയുള്ള ചിത്രമാണ് റൈഫിൾ ക്ലബ്. റെക്സ് വിജയനാണ് ചിത്രത്തിന്റെ സംഗീതം. ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയൂലേ, അടിയില്ല വെടി മാത്രമെന്ന്. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ചിത്രങ്ങളുടെ മുൻപന്തിയിൽ തന്നെ നിൽക്കാവുന്ന ഒരു ചിത്രമാണ് റൈഫിൾ ക്ലബ്. ചിത്രം നേരെ കഥയിലേക്ക് തന്നെ കടക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാണ്ട് കഥയിലേക്ക് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരികയാണ്. അങ്ങനെ മംഗലാപുരത്താണ് കഥ ആരംഭിക്കുന്നത്. അങ്ങനെ മംഗലാപുരത്ത് കഥ ആരംഭിച്ച് കണ്ണൂർ വന്ന് കണ്ണൂരിൽ നിന്ന് നേരെ വയനാട് സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തുന്നു. അവിടെയാണ് നമ്മുടെ റൈഫിൾ ക്ലബ്ബ് ഉള്ളത്. പിന്നെ അങ്ങോട്ടുള്ളത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒന്നാണ്. പിന്നെ അവിടെ നടക്കുന്ന വെടിപ്പൂരത്തിലേക്ക് നമ്മളെ സംവിധായകൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഒരു ചെറിയ പ്ലോട്ടിനെ മേക്കിംഗ് കൊണ്ട് വലിയൊരു ഭൂകമ്പമാക്കി മാറ്റി ആഷിഖ് കപൂർ എന്ന് തന്നെ പറയാം. എന്താണ് ചിത്രത്തിന്റെ കഥ എന്ന് തിരഞ്ഞൊക്കെ നോക്കി പോയാൽ നമുക്ക് അങ്ങനെ അധികം ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഓവറോൾ ചിത്രം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ചിത്രം പൊളിച്ചു എന്ന് തന്നെ പറയാം. അതിൽ എടുത്തു പറയേണ്ട രണ്ട് കഥാപാത്രങ്ങളാണ് ദിലീഷ് പോത്തൻ്റെയും അതുപോലെ തന്നെ അനുരാഗ് കശ്യപിൻ്റെയും. അങ്ങനെ ഹിന്ദിയിൽ നിന്നൊരു നടനെ കൊണ്ടുവന്നിട്ട്, അതായത് അനുരാഗ് കശ്യപിനെ പോലെയുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് എന്തായാലും ചുമ്മാ നിർത്താൻ പോകുന്നില്ല എന്ന് നേരത്തെ തന്നെ അറിയായിരുന്നു. പക്ഷെ അതിങ്ങനെയൊരു സാധനമായിരിക്കുമെന്ന് വിചാരിച്ചില്ല. ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ ചിത്രം പോകുന്ന വേറെ തലമുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. ആ ഒരു വെടിയും പുകയും നിറഞ്ഞൊരു ലോകം. പക്ഷേ വെടി എന്ന് മാത്രം പറയുമ്പോൾ അത് മാത്രമേ ഉള്ളൂ എന്ന് കരുതണ്ട. അതിനിടയ്ക്കും പറഞ്ഞു പോകുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. വേട്ടയുടെ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളാണെങ്കിലും ചിത്രം പറഞ്ഞു പോകുന്ന മറ്റ് തലങ്ങളും ഉണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ആ ഒരു വെടിയാണ്. ആ ഒരു വെടിയുടെ ലോകത്തിലാണ് നമ്മൾ. സിനിമയിൽ ദിലീഷ് പോത്തൻ പറയുന്ന പോലെയല്ല കേട്ടോ. ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ചിത്രത്തിൻ്റെ മേക്കിംഗ് ആണ്. വളരെ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് സിനിമാറ്റോഗ്രഫി ആണെങ്കിലും വളരെ മനോഹരമായിട്ട് ഓരോ ഷോട്ടും നമുക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ ആഷിഖ് കപൂറിന് സാധിച്ചിട്ടുണ്ട്. മാസിന് മാസ് നിറച്ചു തന്നെയാണ് ചിത്രം ആഷിഖ് കപൂർ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് മ്യൂസിക്. റെക്സ് വിജയനാണ് ചിത്രത്തിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. അത് ആ പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ആ ഒരു ട്രാക്കിലേക്ക്, പടത്തിൻ്റെ ട്രാക്കിലേക്ക് കയറ്റാൻ സംഗീതത്തിന് സാധിക്കുന്നുണ്ട്. അവിടെ തന്നെയാണ് സംഗീതത്തിൻ്റെ വിജയം എന്ന് തന്നെ പറയാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മാർക്കോ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു അടിപ്പടം പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഒരു വെടിപ്പടം കിട്ടിയ അവസ്ഥയായിരുന്നു. അങ്ങനെ ക്രിസ്മസ് റിലീസുകളിലെ ആദ്യ സിനിമയുടെ വരവ് അതൊരു 1.5 വരവ് തന്നെയാണ് എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഒരു 1.5 വരവ് അറിയിച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് പറയാം. ചിത്രത്തിലെ ഡയലോഗുകളാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു പക്ഷേ എല്ലാവർക്കും അങ്ങ് പൊരുത്തപ്പെടണമെന്നില്ലെങ്കിലും ആ ഒരു വൈബ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിത്രത്തിൻ്റെ കൂടെ അങ്ങ് പോകും. പക്ഷേ ആ ഒരു വൈബ് അങ്ങ് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ അതത്ര ആസ്വാദകരമായിട്ട് തോന്നിയൊന്നും വരില്ല. പക്ഷേ ആ ഒരു വൈബ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ചിത്രത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. തീർച്ചയായും തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒരു ചിത്രമാണ് റൈഫിൾ ക്ലബ്. ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അതും തിയേറ്ററിൽ തന്നെ കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.